ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നല്ല ചൂടൊക്കെ അല്ലേ, പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ അമൃതപ്പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ശരീരമൊക്കെ തടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കണ്ടിന്യൂ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തടി വെക്കുന്ന റിസൾട്ട് കിട്ടും കേട്ടോ. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു അമൃതപ്പൊടി. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള മക്കൾക്ക് കൊടുക്കുന്ന അടിപൊളി ന്യൂട്രീഷൻ ഫുഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു അമൃതപ്പൊടി വെച്ചിട്ട് ഒത്തിരിയേറെ പലഹാരങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കി എടുക്കുന്നവരല്ലേ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശരീരം തടിക്കാൻ ആഗ്രഹമുള്ളവർ കണ്ടിന്യൂ ആയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ തടി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നമുക്ക് മുഴുവൻ വേണ്ട, ചെറിയൊരു പീസ് മതി. 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തടി വെക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നമ്മളിതാ ഇതേപോലെ, നമുക്ക് ഒരുപാട് വേണ്ട കേട്ടോ, നമ്മുടെ ജ്യൂസിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. അതേപോലെ ഇതാ ഒരു 12ഓളം ഈത്തപ്പഴം കഴുകി നമ്മൾ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു റോബസ്റ്റ പഴം കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് പാലിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 റോബസ്റ്റ പഴം വേണം കേട്ടോ. അതും കൂടെ അതൊന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പഴം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒരുപാട് വേണ്ട, നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ ഏത്തപ്പഴം എടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് അരഞ്ഞു കിട്ടും വിധത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും ബീട്രൂട്ടും എല്ലാം ഇവിടെ നല്ല പോലെ വെന്ത് ഞാൻ ഫാനിൽ നിന്ന് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു പഴം, അതിനോടൊപ്പം തന്നെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു 1/2 കപ്പ് നമ്മുടെ അമൃതപ്പൊടി അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാല് അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതിൽ മധുരം ചേർത്ത് കൊടുക്കുക. പഴത്തിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരല്പം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, വളരെ കുറച്ച്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരട്ടോ. നല്ല സ്മൂത്തായിട്ട് അരച്ച് തന്നെ എടുക്കണം കേട്ടോ. പേസ്റ്റ് പോലെ തന്നെ നമുക്കിത് കിട്ടണം. ആ ഒരു രീതിക്ക് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. പിന്നെ ഞാനിതാ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. നമ്മളിതൊന്ന് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മൾ നല്ല പോലെ സ്മൂത്താക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരല്പം വാനില എസൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബീട്രൂട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ബീട്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല പോലെ മുന്തി നിൽക്കും. അപ്പോൾ അതൊന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതങ്ങനെ കഴിക്കാനും ആ ഒരു ടേസ്റ്റ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലേവർ കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു ഏലക്കെങ്കിലും കൊടുത്താൽ മതി. ഞാനിതാ ഒരു ഡ്രോപ്പ് വാനില എസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മെല്ല് നമുക്ക് ഈ ഒരു ജ്യൂസിൽ ഉണ്ടായിരിക്കുമ്പോൾ പിള്ളേരങ്ങ് കുടിച്ചോളും. ഇനി നമുക്കിത് ഇങ്ങനെ കുടിക്കാൻ കഴിയില്ലല്ലോ, ഒരല്പം തണുപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് അങ്ങ് ഇട്ട് വെക്കുക. നല്ല തണുപ്പിച്ചിട്ട് അങ്ങ് കുടിക്കുമ്പോണ്ടല്ലോ അടിപൊളിയാട്ടോ. ഇത് കണ്ടിന്യൂ ഓരോ മാസം നിങ്ങളൊന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തടി വെക്കും കേട്ടോ. അത്ര എനർജി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വണ്ണം വെക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് നല്ല ചൂടല്ലേ, നല്ല ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്തൊക്കെ ഇതേപോലെയൊക്കെ ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പുറത്തുള്ള ഐറ്റംസുകളൊന്നും ഇതിലില്ലല്ലോ. നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല എനർജി ആയിട്ടുള്ള, നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഐറ്റംസുകൾ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെയാണ്. അപ്പോൾ തടി വെക്കാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് പോയിട്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിക്കോ. എല്ലാവരുടെ കയ്യിലുള്ളതാണ് അമൃതപ്പൊടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും. ഇതേപോലെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റിയെടുക്കാം. കുറച്ച് നല്ല കൂളായിട്ടുള്ള ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ നട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.